ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിന് അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അതായത് കാഷ്യൂ ചിക്കൻ റോസ്റ്റ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. ക്രിസ്മസിന് മട്ടൺ കറിക്കും സ്റ്റൂവിനൊക്കെ പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. വളരെ ഡെലീഷ്യസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലോട് കൂടിയ 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 500 ഗ്രാം ചിക്കൻ. അത് ഇടത്തരം വലിപ്പത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് ലെമൺ ജ്യൂസും എല്ലാം കൂടി നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഇത് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ടിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകും. ഇനി നമുക്ക് വേണ്ടത് ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് സവാള വേണം, പച്ചമുളക് 4-5 എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 സൈഡിലുണ്ട്. ഒരു സൈഡിലുള്ള നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഇത് താളിക്കുമ്പോൾ എണ്ണയിൽ മൂപ്പിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് കറി ലീവ്സ് വേണം. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ആ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഒരു ജാറിലേക്ക് നമുക്ക് ഒടിച്ചിടാം. പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർക്കുക. ഇഞ്ചി നമുക്കൊന്ന് നേരിയതായിട്ട് അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് അരിഞ്ഞ് കിട്ടില്ല. ഇതിലേക്ക് ഒരു ഞെട്ട് വേപ്പിലയും കൂടി ചേർത്തിട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറയെ ഗരമസാല ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഒരു 15 കശുവണ്ടി കുതിർത്തിയിട്ട് അത് അരച്ച് ഇതുപോലെ നീട്ടി ഒരു 1/2 കപ്പ് പാലാക്കി എടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് മറിച്ചിട്ട് പിന്നെ വീണ്ടും കവർ ചെയ്ത് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്കിവിടെ ഒരു പാൻ വെച്ച് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാൻ ചൂടായപ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഗീ ചേർത്തിട്ടുണ്ട്. ഗീ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വളരെ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ടിത് നന്നായിട്ട് സോട്ടാവുന്നത് വരെ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വലുതായി നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാളയാണത്. അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബോട്ടം കരിഞ്ഞു പോവും. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് നിങ്ങൾക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും സവാള വളരെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കിട്ടും. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മസാലയാണ് ചേർക്കേണ്ടത്. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മസാലപ്പൊടികളും ചേർത്തില്ലേ, അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് മസാല പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ സവാളയുമായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിന് നമുക്ക് മസാല തന്നെ ഒന്ന് വെള്ളത്തിൽ അഴിപ്പിച്ചിട്ട്, മസാല എടുത്ത ജാറില്ല അതൊന്ന് വെള്ളത്തിൽ അഴിപ്പിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ചിട്ട് അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് കുക്കാകും, അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്, മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അടുത്ത അടപ്പിലേക്ക് ഞാൻ മാറ്റിയിട്ട്, കൂടുതലങ്ങോട്ട് ഡാർക്ക് ബ്രൗണൊന്നും ആകണ്ട, ഒന്ന് കുക്കായാൽ മാത്രം മതി. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഈ മസാല ഈ ചിക്കൻ പീസസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ കഷ്ണങ്ങളിൽ പൊതിയുന്ന രൂപത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് ചിക്കൻ പീസസിൽ പൊതിഞ്ഞതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാഷ്യൂ പേസ്റ്റ് എടുത്ത പാത്രത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, അതായത് 1/2 കപ്പ് കാഷ്യൂ പേസ്റ്റ്, പിന്നെ 1/2 കപ്പ് നമ്മൾ പേസ്റ്റ് എടുത്ത പാത്രത്തിൽ നമ്മൾ എടുത്തിട്ട് ഒഴിച്ചത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കവർ ചെയ്ത് നമുക്കൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കൻ പീസസിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ ചെയ്ത് 3 മിനിറ്റ് കുക്ക് ചെയ്യണത്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞ് പോവും, പിന്നെ കരിഞ്ഞ ചുവയൊക്കെ വരും. ഇപ്പം നന്നായിട്ട് തിളച്ച് ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കാഷ്യൂ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ചിക്കൻ്റെ പ്രത്യേകത. വളരെ നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെയാണ് വരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പിലയും കൂടി തൂക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിത് ഫുള്ള് നെയ്യിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ കാഷ്യൂ പേസ്റ്റ്, ഇത് രണ്ടുമാണ് ഈ ചിക്കൻ്റെ രുചി കൂട്ടുന്ന ഇൻഗ്രീഡിയൻസ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നെയ്യുടെയും കാഷ്യൂ പേസ്റ്റിൻ്റെയൊക്കെ മണം, നല്ലൊരു മണമാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ എളുപ്പമല്ല, കുറച്ച് സാധനങ്ങൾ മതി. ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഡെലീഷ്യസുമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.